മരണശേഷവും അവയവദാനത്തിലൂടെ മറ്റുള്ളവർക്ക് ജീവൻ നൽകിയ ആലിൻ ഷൈൻ എബ്രഹാമിനെ മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവയവദാനത്തിന്റെ അവബോധം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ആലിൻ യാത്രയായത്. ആഴമേറിയ ദുഃഖത്തിനിടയിലും അവയവദാനത്തിന് തയ്യാറായ കുടുംബത്തിന്റെ തീരുമാനം വൈദ്യശാസ്ത്ര ഗവേഷണത്തിന് വലിയ ഉത്തേജനമായി എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വൈഎസ് അഭിനന്ദ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അഭിനന്ദ, സ്വപ്നങ്ങൾ ബാക്കി വെച്ചുപോയൊരു കുഞ്ഞ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറയുന്നത്. അലിൻ നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും വേദനയും ഒക്കെയാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൂടെ ആ പേര് പുറത്തേക്ക് വീണ്ടും പരാമർശിക്കപ്പെടുമ്പോൾ അത്രത്തോളം അഭിമാനവും നമുക്കുണ്ട്. തീർച്ചയായും വലിയ അഭിമാനമാണുള്ളത്. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലാണ് ആലിൻ ഷെറിനെ അനുസ്മരിച്ചിരിക്കുന്ന പ്രധാനമന്ത്രി. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ ഷെറിൻ. 10 മാസം മാത്രമേ പ്രായമുള്ളൂ. ഈ 10 മാസം പ്രായം ഇനി ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് ആലിൻ മരണമടയുന്നത്. അതിനിടയിലും വലിയ ഒരു സന്തോഷം, ആശ്വാസമൊക്കെ കൂടെയുള്ള ആളുകൾക്കും പകർന്നുകൊണ്ടാണ് ആലിൻ ഈ ലോകത്ത് നിന്നും പോയത്. അതിനെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് മാതാപിതാക്കളെയാണ്. മാതാപിതാക്കൾ അവരുടെ മഹനീയ വ്യക്തിത്വവും ഒപ്പം തന്നെ ഉദാത്തമായ സേവനവുമാണ് ഇത്തരത്തിലൂടെ വെളിച്ചത്തായത് എന്നൊക്കെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഇന്നും ആലിൻ അത് മനസാക്ഷിക്ക് മുന്നിൽ ഓർക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണെന്നും അങ്ങോട്ടുള്ള ദിവസങ്ങളിലും അവയവദാനത്തിനടക്കം വലിയ രീതിയിലുള്ള ഉത്തേജനം പകരുന്ന ഒരാളായി 10 മാസം പ്രായമുള്ള കുഞ്ഞ് ആലിൻ മാറിയെന്നുമാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ടും ഈ മാതാപിതാക്കൾ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോക്കലിന് ഒരു ഊർജ്ജമാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും രാജ്യം ഒന്നാകെ നൽകണമെന്നുമാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആഴമേറിയ ദുഃഖമാണ് ഈ 10 മാസം പ്രായമായുള്ള കുഞ്ഞ് വിട്ടുപോകുന്നതിലൂടെ കുടുംബത്തിനുമൊപ്പം തന്നെ ലോകത്തിനാകമാനം ഉണ്ടായത്. അതിനിടയിലും സന്തോഷം പകരുന്നതെന്ന് പറഞ്ഞത് ഇത്രയും പേർക്ക് അവർക്കൊരു പുതുജീവൻ നൽകാൻ ഈ 10 മാസം പ്രായമായ കുഞ്ഞിന് കഴിഞ്ഞു. അത് രാജ്യത്തിന് വലിയ അഭിമാനമാണ്, ഒരു നേട്ടമാണ്. എന്നും ആലിനെ ഓർത്തു വെക്കപ്പെടും. ആലിൻ എന്നും ഓരോ ഇന്ത്യക്കാർക്കും അതൊരു പ്രധാനപ്പെട്ട വ്യക്തിയായി മാറുമെന്നുമാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാധു, അവയവദാനത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കുഞ്ഞ് ആലിൻ യാത്രയായത് എന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പറഞ്ഞിരിക്കുന്നു. ആ കുടുംബത്തെ, അവരുടെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ ഇച്ഛാശക്തിയെ ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സംസാരിച്ചത്. നമ്മൾക്ക് ഏവർക്കും സന്തോഷിക്കാനുള്ള ഒരു സമയം കൂടി തന്നെയാണ് അത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദനയ്ക്കൊപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിമാന ബോധത്തിനൊപ്പം രാജ്യവും നിൽക്കുന്നു എന്നുള്ളതാണ് ആ എടുത്തു പറയലിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.